നമുക്കിപ്പം എം രാകേഷ് ഉണ്ട്. ദേവാനന്ദിൻ്റെ കോട്ടയത്തെ വീട്ടിലാണ് ഇപ്പോൾ എം രാകേഷ് ഉള്ളത്. രാകേഷ്, അവിടുത്തെ കാഴ്ചകളും വളരെ വേദനിപ്പിക്കുന്ന കാഴ്ചകളായിരിക്കും. ആ നാടിൻ്റെ, പ്രത്യേകിച്ച് ആ കുടുംബത്തിൻ്റെയൊക്കെ വലിയ പ്രതീക്ഷയായിരുന്നു ദേവാനന്ദ്. എപ്പോഴാണ് സംസ്കാര ചടങ്ങുകൾ ക്രമീകരിച്ചിരിക്കുന്നത്? എപ്പോഴാണ് അവർ ഈ മരണവാർത്ത അറിഞ്ഞത് രാകേഷ്? ഇന്നലെ ഈ അപകടം കഴിഞ്ഞതിന് ശേഷം വാർത്തകൾ വന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് തന്നെ അവർ ഈ വാർത്ത അറിഞ്ഞിരുന്നു. കോട്ടയത്തെ മറ്റക്കരയിലുള്ള ഇവരുടെ തറവാട്ട് വീട്ടിലേക്കാണ് ദേവാനന്ദിൻ്റെ മൃതദേഹം ഇപ്പോൾ പോസ്റ്റ്മോർട്ടത്തിന് ശേഷം അല്ലെങ്കിൽ അവിടെയുള്ള പൊതുദർശനത്തിന് ശേഷം എത്തിക്കുക. മലപ്പുറത്താണ് യഥാർത്ഥത്തിൽ ദേവാനന്ദിൻ്റെ വീടെന്ന് പറയുന്നത്. ബിനു രഞ്ജി ദമ്പതികളുടെ മകനാണ് ദേവാനന്ദ്. അദ്ദേഹത്തിൻ്റെ ഒരു ജ്യേഷ്ഠനുണ്ട്, ദേവദത്ത് എന്നാണ് പേര്. പോണ്ടിച്ചേരിയിൽ 3ാം വർഷ MBBS വിദ്യാർത്ഥിയാണ്. അധ്യാപകൻ ബിനു. ഒപ്പം തന്നെ സെയിൽസ് ടാക്സ് ഓഫീസറാണ് രഞ്ജി. ഇവരുടെ മകനായിരുന്നു ദേവാനന്ദ്. ഏതായാലും മുത്തച്ഛൻ്റെ വീട്ടിൽ ഇരുന്നു കൊണ്ടാണ് പഠനങ്ങൾ മുന്നോട്ട് കൊണ്ടുപോയത്. മുത്തച്ഛൻ്റെ വീട്ടിലേക്കാണ് ഇപ്പോൾ മൃതദേഹം എത്തിക്കുക. 10ാം ക്ലാസ് വരെ മലപ്പുറത്ത് തന്നെയാണ് പഠിച്ചിട്ടുള്ളത് ദേവാനന്ദ്. അതിനുശേഷമാണ് പിന്നീട് ഇവിടെ കോട്ടയത്തേക്ക് മറ്റക്കരയിൽ എത്തിയിട്ടുള്ളത്. മറ്റക്കരയിൽ തുടർ പഠനം നടത്തുന്നു. ഒപ്പം തന്നെ എൻട്രൻസ് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ പൂർത്തിയാക്കുന്നു. അതിനുശേഷമാണിപ്പോൾ വണ്ടാനം ജോയിൻ ചെയ്തിരുന്നത്. അതിനിടെയാണ് ഈ ദുരന്തം ഈ കുടുംബത്തെ തേടിയെത്തിയത്. മുത്തശ്ശനും മുത്തശ്ശിയുമാണ് ഇപ്പോൾ ഈ വീട്ടിലുള്ളത്. അരുൺ, രക്ഷിതാക്കൾ ഹോസ്പിറ്റലിലാണോ അതോ അവരും ഇവിടെ മുത്തശ്ശൻ്റെ വീട്ടിലേക്ക് എത്തിയോ രാകേഷ്? അവരെ ഇങ്ങോട്ട് പുറപ്പെട്ടിട്ടുണ്ട്. അല്പസമയങ്ങൾക്കകം തന്നെ അവരിവിടെ എത്തുമെന്നുള്ളതാണ് നമ്മൾ അറിയുന്നത്. രാകേഷ്, എപ്പോഴാണ് ഈ മരണവിവരം അവരറിയുന്നത്? അപകടം നടന്നത് 9:20 അപ്പോൾ സിനിമയ്ക്ക് പോയിരുന്നു എന്നുള്ള വിവരമൊക്കെ വീട്ടുകാർക്ക് അറിയാമായിരുന്നു. അങ്ങനൊരു സംശയം പ്രകടിപ്പിച്ചവർ അന്വേഷിച്ചപ്പോഴാണോ ഇവരായിരിക്കാം പെട്ടിരിക്കുന്നത് എന്നൊരു ധാരണയുണ്ടാവുന്നത്? അതെ, ഈ അപകടം കഴിഞ്ഞതിന് ശേഷം തന്നെ നമുക്കറിയാം കുട്ടികൾ ആരൊക്കെയാണ് എന്നുള്ളത് സംബന്ധിച്ചുള്ള പേര് വിവരങ്ങൾ പുറത്തു വന്നിരുന്നില്ല. ആ പേര് വിവരങ്ങൾ പുറത്തു വരുന്ന പശ്ചാത്തലത്തിലാണ് അതിൽ ദേവാനന്ദം ഉൾപ്പെട്ടിട്ടുണ്ട് എന്നുള്ളത് ഈ വീട്ടുകാർ മനസ്സിലാക്കുന്നത്. ഏതായാലും ഈ കുടുംബത്തെ സംബന്ധിച്ച്, പ്രത്യേകിച്ച് മൂത്ത മകൻ MBBS തന്നെയാണ്, രണ്ടാമത്തെ മകനും അതോടൊപ്പം തന്നെ MBBSന് അഡ്മിഷൻ കിട്ടുന്നു. ഒരു വലിയ പ്രതീക്ഷ ആ കുടുംബത്തിനുണ്ടായിരുന്നു. അല്ലെങ്കിൽ 2 മക്കളും ഡോക്ടർമാരാകുന്നു എന്നുള്ള പ്രതീക്ഷ. അതിനിടെയാണ് ഇത്തരത്തിലൊരു ദുരന്തം എത്തിയിട്ടുള്ളത്. അരുൺ, ഓക്കെ, രാകേഷാണ് നമുക്കൊപ്പം ചേർന്നത്. രാകേഷ് ഉള്ളത് ദേവാനന്ദൻ്റെ വീട്ടിൽ നിന്നാണ്. ദേവാനന്ദൻ്റെ മുത്തശ്ശൻ്റെ വീട്ടിലാണ് ദേവാനന്ദൻ്റെ ഭൗതിക ശരീരം കൊണ്ടുവരിക. രണ്ടുപേരും ഡോക്ടർമാരാവുന്നു എന്ന സന്തോഷത്തിലിരുന്നൊരു കുടുംബത്തെ വളരെ അപ്രതീക്ഷിതമായിട്ടാണ് ഈ വാർത്ത ഉലച്ചു കളഞ്ഞിട്ടുണ്ടാവുക.